കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യാത്ര പോയാലോ? എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നേ. നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്? ഒരു വീടിന്റെ മുൻപിൽ അല്ലേ? ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നത് ഇതാരാ? താ. ആരാണിത്? താ. കേട്ടോ? ഇനി ഥാ. പറഞ്ഞേ. ഥാ. ഇത് ദാ. ദാ. ഇത് ധാ. ധാ. ഇനി ഒരാൾ കൂടെയുണ്ട്. ന. ന. കേട്ടോ? ഇങ്ങനെ 5 പേരുടെ വീടാണിത്. കണ്ടില്ലേ? ആരൊക്കെയാണ്? കൂട്ടുകാർ ഇവരുടെ പേരൊന്ന് പറഞ്ഞേ. താ, ഥ, ദ, ധ, ന. കൂട്ടുകാരെ, ഇവരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടണ്ടേ? എന്നാൽ വേഗം വന്നേ. ഇതാരായിരുന്നു? താ. പറഞ്ഞേ. താ അല്ലേ? ഈ താ എന്ന ഈ അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ദേ ഇതാരാ? തത്ത അല്ലേ? തത്ത എന്നുള്ളതിൽ താ കാണുന്നില്ലേ? തത്ത എന്നുള്ളതിൽ മുഴുവനും താകളാണ് അല്ലേ? ഇതാരാ? താറാവ്, ഡക്ക് അല്ലേ? താറാവ് എന്നുള്ളതിൽ തായുണ്ടോ? തൊട്ട് കാണിച്ചേ. ഇവിടെയുണ്ട് അല്ലേ? ഇനി മറ്റൊരു വാക്ക് പറഞ്ഞേ. ഇതാരാ? തേനീച്ച അല്ലേ? തേനീച്ച, ഹണിബി അല്ലേ? തേനീച്ച എന്നുള്ളതിൽ തായുണ്ടോ? ഇവിടെ അല്ലേ? തേനീച്ച എന്നുള്ളതിലും തായുണ്ട്. ദേ ഇതാരാ? നമ്മുടെ തേനീച്ച അല്ലേ? ഈ തേനീച്ച എന്തിനാ പൂവിലിരിക്കുന്നത്? തേൻ ശേഖരിക്കാൻ അല്ലേ? ഈ പൂവിൽ നിന്നും മറ്റേ പൂവിലേക്ക് തേനീച്ച എങ്ങനെയാണ് പറക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നോക്കിയേ. ഇതുപോലെ പറന്ന് ഇതുപോലെ. കണ്ടില്ലേ? എങ്ങനെയാ? ഇതുപോലെ പറന്ന് ഇതുപോലെ. ഇത് ആരെ പോലെയുണ്ട്? താ പോലെയുണ്ട് അല്ലേ? താ എന്ന അക്ഷരം പോലെയുണ്ട് അല്ലേ? ഇനി നമുക്ക് തേനീച്ച പറന്നതുപോലെ താ എഴുതി നോക്കാം. ആദ്യം ഒരു റാ എഴുതണം അല്ലേ? എന്നിട്ട് അതിന്റെ ഉള്ളിലൂടെ മറ്റൊരു റായും. ഇപ്പോൾ താ കിട്ടി അല്ലേ? ഒന്നുകൂടെ നോക്കാം. ആദ്യം ഒരു റാ എഴുതി, ഉള്ളിലൂടെ മറ്റൊരു റാ. ഒന്നുകൂടെ നോക്കിയാലോ? ആദ്യം ഒരു റാ എഴുതി, ഉള്ളിലൂടെ മറ്റൊരു റാ. എളുപ്പമാണ് അല്ലേ? ഇനി നമുക്ക് മറ്റുള്ള കൂട്ടുകാരെ നോക്കിയാലോ? ദേ ഇതാരാ? ഥ. ആരാണിത്? ഥ അല്ലേ? ഥ എന്ന ഈ അക്ഷരം എങ്ങനെയാണ് പറയുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നമ്മൾ ഇതിനു മുൻപേ പഠിച്ച തായും ഹ എന്ന ശബ്ദവും കൂടെ ചേരുമ്പോഴാണ് ഥ എന്ന ഈ അക്ഷരത്തിന്റെ പേരാവുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ. ഥ. കേട്ടോ? ഇനി ഥ എന്ന ഈ അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. ദേ ഇതെന്താ? രഥം. എന്താണിത്? രഥം. കേട്ടോ? രഥം എന്നുള്ളതിലുള്ള ഥ എവിടെ? ഇവിടെ അല്ലേ? ദേ ഇതെന്താ? കുറെ കുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ. അവരുടെ കയ്യിൽ ഒരു പുസ്തകവും ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? കഥ പറയുകയാണ്. എന്താ പറയുന്നത്? കഥ. കഥ. കേട്ടോ? കഥ എന്നുള്ളതിലുള്ള ഥ എവിടെ? ഇവിടെയുണ്ട് അല്ലേ? ഇനി നമുക്ക് ഥ എന്ന ഈ അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം.
ആദ്യം ഇതുപോലെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കണം. കൂടെ തന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, മുകളിലേക്ക് ഒരു അപ്പ് കർവ്, എന്നിട്ട് ഈ സ്ലീപ്പിംഗ് ലൈനിലേക്ക് മുട്ടിക്കണം. അല്ലേ? എളുപ്പമല്ലേ? നോക്കാം. ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ഒരു അപ്പ് കർവ് വരച്ചിട്ട് സ്ലീപ്പിംഗ് ലൈനിലേക്ക് മുട്ടിക്കണം. ഒന്നുകൂടി നോക്കാം. ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ഒരു അപ്പ് കർവ് ഇതുപോലെ വരയ്ക്കണം. എളുപ്പമുണ്ട് അല്ലേ? ധ എന്ന ഈ അക്ഷരം കൂട്ടുകാർ എഴുതി നോക്കണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെട്ടാലോ? ദേ ഇതാരാ? ദ. ആരാണിത്? ദ അല്ലേ? ദ എന്ന അക്ഷരം വരുന്ന വാക്ക് നോക്കാം. ദേ ഇതെന്താ? ദീപം. എന്താണിത്? ദീപം. ദീപം എന്നുള്ളതിലുള്ള ദ എവിടെ? ഇവിടെയുണ്ട് അല്ലേ? ഇനി മറ്റൊരു വാക്ക് നോക്കാം. ഇതെന്താ? കണ്ണാടിയാണ് അല്ലേ? കണ്ണാടിക്ക് മലയാളത്തിൽ ദർപ്പണം എന്നും പറയും. എന്താണിത്? ദർപ്പണം. കണ്ണാടിയുടെ സിനോണിമാണ് ദർപ്പണം. ഇനി ഇതിലുള്ള ദ എവിടെ? ഇവിടെ അല്ലേ? ഇനി നമുക്ക് ദ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ ഒരു അപ്പ് കർവ് വരച്ചിട്ട് കൂടെ ഒരു 3 എഴുതുന്നത് പോലെ, 3 എന്ന് എഴുതുന്നത് പോലെ എഴുതണം അല്ലേ? നോക്കാം. ആദ്യം ഒരു അപ്പ് കർവ്, പിന്നെ ഒരു 3 അല്ലേ? ആദ്യം ഒരു അപ്പ് കർവ്, ഇതുപോലെ ഒരു 3 വരയ്ക്കണം. ഇപ്പോൾ നമുക്ക് ദ എന്ന അക്ഷരം കിട്ടി. എളുപ്പമല്ലേ ദ എന്ന അക്ഷരം എഴുതാൻ? ഇതുപോലെ എഴുതി നോക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, ഇതാരാ? ധ. ആരാണ്? ധ കേട്ടോ. നമ്മൾ ഇതിനു മുൻപ് പഠിച്ച ദായും ഹായും കൂടെ ചേർന്നുള്ള ശബ്ദമാണ് ധ. പറഞ്ഞേ, ധ കേട്ടോ. ഇനി ധ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നോക്കാം. ഇതെന്താ? ധനുസ്. ധനുസ് കേട്ടോ. ഇനി ഇതെന്താ? ധനം. ധനം കേട്ടോ. ധനം എന്നുള്ളതിലും ദായുണ്ട് അല്ലേ? ഇനി എങ്ങനെയാ എഴുതുന്നത് എന്ന് നോക്കണ്ടേ? ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഡൗൺ കർവ്, കൂടെ തന്നെ മറ്റൊരു ഡൗൺ കർവ് അല്ലേ? റാകൾ തിരിച്ചിട്ടതുപോലെ അല്ലേ? നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു ഡൗൺ കർവ്, കൂടെ മറ്റൊരു ഡൗൺ കർവ് അല്ലേ? ഇപ്പോൾ നമുക്ക് ധ എന്ന അക്ഷരമാണ് കിട്ടിയത്. ഒന്നുകൂടെ നോക്കാം. ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ. നല്ല എളുപ്പമുണ്ട് അല്ലേ? കൂട്ടുകാർ ഇതുപോലെ വരച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട്. ആരാണെന്നറിയണ്ടേ? ധാരാ ന. ന കേട്ടോ. ന എന്ന അക്ഷരമുള്ള വാക്കുകൾ പറഞ്ഞേ. ഇതാരാ? ആന. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന അല്ലെ? ആനയിലും നായുണ്ട്. ഇതാരാ? നമ്മുടെ തേനീച്ച അല്ലെ? തേനീച്ച എന്നുള്ളതിൽ നായുണ്ടോ? ഇവിടെയുണ്ട് അല്ലെ? അപ്പോൾ ന എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ കണ്ടു. ഇനി എങ്ങനെയാ എഴുതുന്നത് എന്ന് നോക്കണ്ടേ? ആദ്യം ഒരു റാ വരയ്ക്കുന്നു, കൂടെ തന്നെ മറ്റൊരു റാ അല്ലേ? അപ്പോൾ നമുക്ക് ന എന്ന അക്ഷരം കിട്ടി. നമുക്ക് എഴുതി നോക്കാം. ആദ്യം ഒരു റാ എഴുതുന്നു, കൂടെ തന്നെ മറ്റൊരു റാ. ഇപ്പോൾ നമുക്ക് ന എന്ന അക്ഷരം കിട്ടി അല്ലേ? ഒന്നുകൂടെ നോക്കാം. ആദ്യം ഒരു റാ, വീണ്ടും ഒരു റാ. ഇപ്പോൾ ന എന്ന അക്ഷരം കിട്ടി അല്ലേ? നമ്മൾ 5 കൂട്ടുകാരെ ഇന്ന് പഠിച്ചു. ആരൊക്കെയായിരുന്നു? ത. പറഞ്ഞേ. ത, ധ, ദ, ധ, ന അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.